ഇങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ വെറുതെ വരച്ചു വെച്ചാണ്. ഇങ്ങനെയുള്ള പക്ഷികൾ അതുപോലെ പിന്നെ അതുപോലെ നമ്മളെ ബോട്ടിലല്ലേ വാട്ടറിന്റെ അതിന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ പ്ലാസ്റ്റിക്കിനെ വലിച്ചെറിഞ്ഞ് കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് റീസൈക്കിൾ പ്രകാരം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാം. എന്റെ ദൈവമേ, സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. അതെല്ലേ? ആ ശരിയാണ്. ഇതും ചെയ്തതാണ് ഇതല്ലേ ചക്ക. ഓക്കെ, നമുക്കിത് ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കലാകാരന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതൊന്നുമില്ല, ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ സാധനമാണ്. കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ കോട്ടും അങ്ങനെ അവരവരുടെ ഉപകരണം ഉണ്ടല്ലോ. അപ്പോൾ ഉപകരണത്തിന്റെ ഇട്ട് കാണിച്ചു കൊടുക്കേണ്ട ഡമ്മിയാണ്. പക്ഷെ ഇത് കേടായിട്ടുമ്പോൾ അത് ഒഴിവാക്കി ഞാനത് തിരിച്ചു കൊണ്ടുവന്ന് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ? കാര്യമൊന്നുമില്ല. പയറിന്റെ തൊപ്പിയാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇവിടെ? ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് കാണാനുണ്ട്. ഇതിൽ നമ്മൾ കുടിവെള്ളത്തിന്റെ ടാങ്കാണ്. ഇപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെടിയുടെ പോട്ടായിട്ട് വെക്കുകയെന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് ചെടി നടാൻ വേണ്ടി പറ്റും. പെയിന്റിങ് ചെയ്ത് നല്ല വൃത്തിയുണ്ടാവും. അതെല്ലാം കാണുന്നുണ്ടോ? ഇതൊക്കെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പൊ നിർമ്മാണത്തെ ഇരിക്കുമ്പോൾ തന്നെ ഇത്ര ഭംഗിയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ എന്തൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇത് സിമെന്റ് ചെയ്തു വെച്ചാണ്. സിമെന്റിൽ അല്ലേ? സിമെന്റ് നമ്മള് ഇത് കോട്ടൺ തുണിയില്ലേ, അത് ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കുമോ? ശില്പങ്ങൾ ചെയ്തില്ല, പക്ഷെ ഇതുപോലുള്ള ഇങ്ങനത്തെ അല്ലേ നമ്മൾ ഒഴിവാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറെ സാധനങ്ങൾ മാത്രം. ഓക്കെ.